സാർ അറിഞ്ഞു കാണുമല്ലോ കരുവാറ്റയിലെ വയോധികന്റെ കൊലപാതകം. ഉം. പിന്നിൽ ഒരു 13 വയസ്സുകാരിയാണ്. 13 വയസ്സുകാരിയായ കൊച്ചുമകൾ കൊടുത്തിട്ടുള്ള കൊട്ടേഷനെ തുടർന്നാണ് ഉം. ഈ കൊലപാതകം നടക്കുന്നത്. ചോദ്യം ചെയ്യലിനിടയില് ഈ പെൺകുട്ടി പൊട്ടിക്കരയുകയാണ് പോലീസിന് മുമ്പിൽ. എന്നിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ മാതാപിതാക്കളുടെ സ്നേഹം അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതായത് മാതാപിതാക്കള് വേർപിരിഞ്ഞവരാണ് എന്ന് പറയുന്നു. പിന്നീട് നമ്മൾ നേരെ തിരിച്ചിങ്ങോട്ടേക്ക് വരുമ്പോ ഈ കൊലപാതകം നടത്തിയതിനു ശേഷം ഇവർ ഇവർ ഒരു തട്ടുകടയിൽ ഇത് ആഘോഷിക്കുക കൂടി ചെയ്യുന്നുണ്ട്. അപ്പൊ രണ്ടും രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന കാര്യങ്ങളിലേക്കാണ് ഈ ഒരു സംഭവം കൊണ്ടുപോകുന്നത്. ഇതിപ്പോ ആദ്യമായിട്ടാണോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു സംഭവം എന്ന് ചോദിച്ചാൽ പോലും അതിൽ പല കാരണങ്ങളും പല കാര്യങ്ങളും ഒക്കെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അല്ലേ സാർ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് വലിയ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ ഒരു പെൺകുട്ടിയുടെ കാര്യം മാത്രം ജൻ ആൽഫ നേരിടുന്ന വലിയ മാനസികമായിട്ടുള്ള വെല്ലുവിളികളെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വില്യം ഗോൾഡിങ്ങിന്റെ ഒരു നോവലുണ്ട്. ലോക പ്രശസ്തമായ നോവൽ എന്ന് മാത്രമല്ല, നൊബേൽ സമ്മാനവും കിട്ടിയ നോവലാണ്. ഉം. അതിൽ പറയുന്നത് ഈ കുറ്റവാളികളുടെ സ്വഭാവം, അതായത് ക്രിമിനൽ സ്വഭാവം എന്ന് പറയുന്നത് സഹജമായിട്ടും നൈസർഗികമായിട്ടും മനുഷ്യനിൽ കുടിയേറുന്ന ഒന്ന് തന്നെ. കുടിയേറുന്നതല്ല, ഉള്ളിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്ന വാസനയാണ്. ഉം. കൊച്ചു കുട്ടികളുടെ ഒരു സംഘം അവിടെ പോയിട്ട് തമ്മിൽ തല്ലി മരിക്കുന്നത് ആയിട്ടാണ് അതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ക്രിമിനൽ സ്വഭാവം, മൃഗീയ സ്വഭാവം പുറത്തു വരികയാണ്. കൂട്ടുകാരായിട്ടുള്ള ആൾക്കാർ കൂട്ടയടിയോടുകൂടി ആവുന്ന പല സംഭവങ്ങളും നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണല്ലോ റാഗിങ് എന്ന് പറയുന്ന ആ പ്രാകൃത രീതി അനുസരിച്ച് നമ്മുടെ കുട്ടികൾ മരിക്കാനിടയാവുന്നു, സിദ്ധാർത്ഥനെ പോലുള്ള ആൾക്കാരും ഒക്കെ. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പണം, ധനം, സ്വർണം. 13 വയസ്സുള്ള കുട്ടി അത് കൈക്കലാക്കാൻ വേണ്ടി ഒന്നത്. രണ്ടാമതായിട്ട് പ്രതികാരത്തിന് വേണ്ടി സ്വന്തം ബന്ധുവായിട്ടുള്ള ഒരു വയോധികനെ കൊല്ലുന്നു എന്നുള്ളതാണ്. അത് വളരെ ആസൂത്രണം ചെയ്ത് എങ്ങനെ തൻ്റെ കൂട്ടുകാർ, അതിൽ തൻ്റെ കാമുകൻ, 13 വയസ്സുള്ള കുട്ടിക്ക് കാമുകൻ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ, നമ്മളൊക്കെ ജെൻസി ആയിരുന്ന കാലഘട്ടത്തിൽ അസ്വാഭാവികമായിട്ടുള്ള ഒന്നായിരുന്നു. ഇത് 13 വയസ്സിൽ തന്നെ ആ ലവ് ആവുക, ആ ലവ് ഉള്ള കാമുകനെ കൊണ്ട് ആസൂത്രണം ചെയ്യിച്ച് സ്വന്തം ബന്ധുവിനെ കൊല്ലുക. അതെന്തിനു വേണ്ടി? ഈ സ്വർണവും പണവും കരസ്ഥമാക്കാൻ വേണ്ടി. അപ്പൊ 2 ലക്ഷ്യങ്ങളാണ്. ഒന്ന് പ്രതികാരം, 2 ധനം. ഇതില് ഈ വയോധികൻ ഈ കുട്ടിയെ ബാഡ് ടച്ച് ചെയ്തു എന്ന് പറയുന്നുണ്ട്. പോലീസ് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ ഈ വാർത്തയിൽ വായിക്കുന്നത്. അപ്പൊ മോശമായി തന്നോട് പെരുമാറിയ ഒരാളോടുള്ള പ്രതികാരം കൂടി ഇതിൽ ഉണ്ടാകും എന്നല്ലേ കരുതേണ്ടത്. വയോധികൻ ഇപ്പൊ മരിച്ചുപോയി. നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാൻ വഴിയില്ല. നാട്ടുകാരോട് ചോദിച്ച് ഇയാളുടെ ഏകദേശ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റും ആളുകൾക്ക്. ഇങ്ങനൊരു സ്വഭാവമുള്ള ആളാണോ, സ്വഭാവ വ്യതിയാനമുള്ള പെർവേർഷൻ എന്ന് പറയും. സ്വന്തം ബന്ധുവായിട്ടുള്ള 13 വയസ്സുള്ള കുട്ടികൾ വാത്സല്യത്തോടു കൂടി അല്ലാതെ ഈ വൃദ്ധൻ എങ്ങനെ പെരുമാറും? അങ്ങനെയുള്ള ധാരാളം വൃദ്ധന്മാരുടെ കേസുകളുണ്ട്. പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസുകളുണ്ട്. അങ്ങനെ സ്വന്തം കുട്ടികളെ പീഡിപ്പിക്കുന്ന ഉസ്താദുമാരും സന്യാസിമാരും ഒക്കെയുള്ള രാജ്യമാണിത്. അപ്പോൾ ഒരുതരം സെക്സ്വൽ സ്റ്റാർവേഷൻ, ലൈംഗികമായിട്ടുള്ള പട്ടിണി ബാധിച്ച, അസംതൃപ്തി ബാധിച്ച ഒരു രാജ്യവും സംസ്ഥാനവുമാണ് നമ്മുടെ എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല. അപ്പൊ അത്തരം നമ്മുടെ ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിൽ നമ്മൾ എന്താണ്, ബന്ധുക്കളായിട്ടുള്ളവരെ, ബന്ധുക്കളുടെ കുട്ടികളെ ഒന്നും ഒരിക്കലും ഈ രീതിയിൽ നോക്കിക്കാണാറില്ല. അന്തസ്സും സംസ്കാരമുള്ള ആണുങ്ങൾ ആരും ആ രീതിയിൽ നോക്കിക്കാണാറില്ല. പക്ഷെ കാമഭ്രാന്ത് ബാധിച്ച ഒരു വിഭാഗം ആൾക്കാരെ അങ്ങനെ പ്രായം പോലും നോക്കാതെ കുട്ടികളെ ഇണകളെ പോലെ കരുതുന്ന ഒരു സമ്പ്രദായം കൂടി മൃഗീയമല്ല, മൃഗങ്ങൾ പോലും ചെയ്യാത്ത ക്രൂരകൃത്യമാണ്. ഇതിപ്പോ പറയുന്ന ഈ കുട്ടി വെറുതെ പറയുന്നതാണോ എന്നും നമുക്ക് അതറിയില്ല. കാരണം ഇതിലിപ്പോ മറ്റൊരു കാര്യം പുറത്തു വരുന്നത്, ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും നിയമപരമായിട്ട് വേർപിരിഞ്ഞ് താമസിക്കുന്നതാണ്. അമ്മ വിദേശത്താണ്, ഇടയ്ക്ക് 10 ദിവസത്തേക്ക് വന്നു പോകും എന്നുള്ളതാണ്. അപ്പൊ ഇവര് തമ്മിൽ ഈ പറയുന്ന വയോധികന്റെ ഒപ്പമാണ് ഈ കുട്ടി താമസിച്ചുകൊണ്ടിരുന്നത്. ഈ കുട്ടിയുടെ ഫോൺ ഉപയോഗം ഇയാൾ എതിർത്തിരുന്നു. വളരെ കൂടുതലായിട്ട് ഈ ഫോൺ ഉപയോഗിച്ചിരുന്നു. ഈ ഫോൺ ഉപയോഗത്തെ
എതിർക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഉം. അതേ തുടർന്ന് ഇവര് തമ്മിൽ വലിയ വിഷയങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തതാണ്. ഉം. അപ്പൊ അതിനെ തുടർന്നുള്ള പകയാണ് എന്നും പറയുന്നുണ്ട്. കൂടാതെ ഈ കുടുംബത്തിലെ ചില പ്രശ്നങ്ങളും പെൺകുട്ടിയെ വീട്ടുകാരിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു ഒറ്റപ്പെടൽ കൂടി വരുന്ന സാഹചര്യമാണ്. അമ്മയുമില്ല, അച്ഛനുമില്ല. അമ്മ ഇടയ്ക്ക് വന്നു പോകുന്ന ഒരാൾ മാത്രമായിട്ട് നിൽക്കുന്നുണ്ട്. ഉം. കൂടാതെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണം വീട്ടുകാരിൽ നിന്ന് അകലേണ്ടി വരുന്ന ഒരു സാഹചര്യവുമുണ്ട്. അപ്പോൾ ആ സമയത്തുണ്ടാകുന്ന ഒരു വിഷയമാണ് ഈ സാർ ഇപ്പൊ പറഞ്ഞ പോലെ ഒരു ക്രഷ്, ലവ് എന്നൊക്കെ പറയുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് പോകുന്നത്. ഇതിനെക്കുറിച്ച് ശരിക്കും ഇതെന്താണെന്ന് പോലും ഇവർക്ക് മനസ്സിലാകുന്നൊന്നുണ്ടാവില്ല. ഇവരെ സംബന്ധിച്ച് ഈ കുട്ടിക്ക് ആ സമയത്ത് കിട്ടുന്ന ഒരു തണൽ, ഉം. ഒരാശ്വാസം എന്ന് പറയുന്നത് കൂടെ ഇരിക്കാനും കേൾക്കാനും ഉണ്ടാകുന്ന ഒരാൾ മാത്രമായിരിക്കും ഇത്. അതിനെ ഇവര് പേരിട്ട് വിളിക്കുന്നതാണ് ഇതെല്ലാം. അപ്പോ ആ ഒരു ഇഷ്ടത്തിന് എതിര് നിൽക്കുകയാണ് ഈ വയോധികൻ ചെയ്തത് എന്നും പറയുന്നുണ്ട്. അതിനെ തുടർന്നുള്ള ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് ഒരുപക്ഷെ ഈ കുട്ടി പോയിട്ടുണ്ടാകാം. അവിടെയാണ് വലിയ പ്രശ്നം വരുന്നത്. ഇവിടെ അതിൻ്റെ അച്ഛനും അമ്മയും വേർപിരിഞ്ഞവരാണ്, ഡിവോഴ്സ് ചെയ്തവരാണ്. കേരളത്തിൽ ഇപ്പോൾ ധാരാളമായിട്ട് ഡിവോഴ്സ് നടക്കുന്നുണ്ട്. ധാരാളമായിട്ടുള്ള ഡിവോഴ്സ് നടക്കുന്നുണ്ട്. കാരണം പ്രത്യേകിച്ചും സ്ത്രീകൾ കൂടുതൽ സ്വാതന്ത്ര്യം പ്രാപിച്ചതുകൊണ്ട് തന്നെ പുരുഷന്മാരുടെ എല്ലാ വിധത്തിലുള്ള അതിക്രമങ്ങൾക്കും വിധേയരായി കൊടുക്കാൻ അവർക്ക് സമ്മതമില്ല. അവർ കുറേയൊക്കെ സ്വാതന്ത്ര്യം പ്രാപിച്ചു. അപ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നു. കുടുംബ കോടതികൾ ഇപ്പം നിറയെ കേസുകളാണ്, കൗൺസിലിങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിവോഴ്സുകളും ധാരാളമായിട്ട് ഒരു അമേരിക്കൻ സംസ്കാരത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. സ്നേഹം, കുടുംബം എന്നൊക്കെ ഉള്ളതായിരുന്നു നമ്മുടെ സംസ്കാരം. അണുകുടുംബങ്ങൾ വന്നതോടുകൂടി അതിൽ കുറച്ച് കുറവുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വിദേശത്തേക്കൊക്കെ ധാരാളം പോയി വിദേശ സംസ്കാരത്തെ തന്നെ നമ്മൾ അനുകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കുടുംബം വേണ്ട, സ്നേഹം വേണ്ട, മക്കൾ വേണ്ട. ധാരാളം കേസ് പ്രസവിച്ച ശേഷം കുട്ടികളെ കളയുന്ന, അമ്മ തൊട്ടിലിൽ കൊണ്ട് കളയുന്നവരുണ്ട്, അല്ലാതെ തന്നെ കൊല്ലുന്നവരുണ്ട്, കാമുകന് വേണ്ടി കുട്ടികളെ കൊല്ലുന്നവരുണ്ട്. അങ്ങനെ ഈ അമ്മ എന്ന് പറയുന്ന മാതൃ സ്ഥാനം എന്ന് പറയുന്നതിൻ്റെ പവിത്രത ഒട്ടൊക്കെ ഉപരിതലത്തിലെങ്കിലും, ആഴത്തിലല്ല ഉപരിതലത്തിലെങ്കിലും ഇല്ലാതായിട്ടുള്ള സംസ്കാരം. ഭർത്താവിനെ ഉപേക്ഷിക്കുക, ഭാര്യയെ, പണ്ടൊക്കെ ഈ മക്കൾക്ക് വേണ്ടി ഭർത്താവിനെ അങ്ങ് സഹിക്കുന്ന ഭാര്യമാരാണ്. ഇപ്പൊ അങ്ങനെ സഹിക്കാൻ തയ്യാറല്ല. ഈ ആള് തന്നെ അങ്ങനെ വിദേശത്താണ്. സഹിക്കുമ്പോ അവരുടെ ജീവിതം കൂടിയാണ്. അവര് വളരെ പ്രഷറൈസ്ഡ് ആവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഈ പറയുന്ന ഡിവോഴ്സിലേക്ക് കാര്യങ്ങൾ പോവുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന നമ്മുടെ ഒരു നോവലിന്റെ പേര് തന്നെ എല്ലാം അനുഭവിച്ച അമ്മ എന്നാണ്. എല്ലാം അനുഭവിക്കുന്നവരാണ് സ്ത്രീകൾ. എന്തിനു വേണ്ടി? തൻ്റെ കുട്ടികളോടുള്ള വാത്സല്യം കൊണ്ട്, സ്നേഹം കൊണ്ട് എല്ലാം അനുഭവിക്കുകയാണ്, ഭൂമിയോളം സഹനശക്തിയോടുകൂടി. അങ്ങനെയുള്ള അമ്മയല്ല ഇത്. ഈ അമ്മ തൻ്റെ മോൾക്ക് വേണ്ടി ആകെ ചെലവഴിക്കുന്നത് നാട്ടിൽ വന്നിട്ട് വർഷത്തിൽ 10 ദിവസം മാത്രമാണ് വന്ന് താമസിക്കുന്നത്. ഇടയ്ക്ക് വരും, ഇടയ്ക്ക് പോകും എന്ന് പറയുന്ന ഒരു പ്രതിഭാസം എന്ന് പറയുമ്പോൾ ഈ 13 വയസ്സ് പറയുന്ന കൗമാരക്കാരിക്ക് ഏറ്റവും അധികം അമ്മയുടെ ശ്രദ്ധ വരേണ്ട ഒരു കാലഘട്ടമാണ്. അതിന് ശാരീരികമായ പല പരിവർത്തനങ്ങളും വരുന്ന ഒരു കാലഘട്ടത്തിൽ വേണ്ട ഉപദേശങ്ങളും സ്നേഹവും ആശ്വാസവും ഒക്കെ കിട്ടേണ്ട ഒരാൾ അത് കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, ആ കുട്ടി അവകാശപ്പെടുന്നത് അതിൻ്റെ ആ ബന്ധുവായിട്ടുള്ള വയോധനികന് നിന്നു കിട്ടിയത് പീഡനമാണെന്ന് പറയുന്നു. അത് ബാഡ് എന്താണ് ടച്ച് കിട്ടിയെന്നാണ് ആണ് പറയുന്നത്. പറയുന്നത്. അതെന്തുമായിക്കോട്ടെ, അങ്ങനെയുള്ള ലാളനയാണ് അതിനെ കിട്ടിയതെന്ന് പറയുമ്പോൾ നമ്മൾ സങ്കടപ്പെട്ടു പോകും. ആ കുട്ടി തന്നെ പൊട്ടിക്കരഞ്ഞു ഇത് പറയുമ്പോൾ. എനിക്ക് തോന്നുന്നില്ല ആ കുട്ടി പൊട്ടിക്കരഞ്ഞത് ഒരു കള്ളത്തരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് പുറത്തു വന്നതാണ്. അതാണ് ആ കുട്ടിയുടെ പ്രശ്നം. ആ ദുഃഖം, സാന്ദ്രമായ ദുഃഖം, ഒരു മഹാസാഗരം പോലെ ഉള്ളിൽ അടിച്ചുകൊണ്ടിരുന്ന ദുഃഖം, ആ ദുഃഖത്തെ ഡൈവേർട്ട് ചെയ്തുകൊണ്ടാണ് ഒരു കാമുകൻ അതിനോടൊരു ആഭിമുഖ്യം തോന്നി. ആ ശരിയായിട്ടുള്ളൊരു കാമമൊന്നും ആയിരിക്കില്ല, സ്നേഹമായിരിക്കും. തന്നെ കേൾക്കാൻ ഒരാള്, തന്നെ സ്നേഹിക്കാൻ ഒരാള്, തന്നെ ലാളിക്കാൻ ഒരാള് എന്നുള്ള വിചാരം കൊണ്ടായിരിക്കും അതിനെ ആശ്രയിച്ചത്. അപ്പോൾ ഈ കുട്ടി പറഞ്ഞപ്പോൾ ഇതിൻ്റെ സങ്കടങ്ങൾ കേട്ടുകൊണ്ട് കൊലപാതകത്തിനും പണം കൂടിയെടുക്കാൻ തയ്യാറാവുമ്പോഴാണ് നമ്മുടെ ജെൻസി അല്ലെങ്കിൽ ജെൻ ആൽഫ പെട്ടിരിക്കുന്ന ആ ധാർമ്മിക മൂല്യച്യുതികളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുന്നത്. എന്തുകൊണ്ട് അപ്പൂപ്പനെ കൊല്ലാൻ തോന്നുന്നു? അത്ര വലിയൊരു കുറ്റമാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ കുട്ടി ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്യുക, സ്വന്തം അമ്മയോട് കംപ്ലൈൻറ്റ് ചെയ്യുക, ഈ കാര്യങ്ങളാണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അവിടെ ഇതിനൊന്നും അവൾക്ക് സാധ്യതയില്ലല്ലോ. അതും ഒരു വിഷയമാണ്. അമ്മ 10 ദിവസം കൂടുമ്പോ ഒരു 10 ദിവസത്തേക്ക് വന്നു പോകുന്ന ഒരാളാണ്. അല്ല, വീട്ടുകാരിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്.
അപ്പോ പിന്നെ 13 വയസ്സുള്ള ഒരു പെൺകുട്ടി സ്വാഭാവികമായിട്ടും പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക എന്ന് പറയുന്നത് ഉം. അവരെ സംബന്ധിച്ച് അത് അത്ര ഈസിയർ അല്ല. ഞാൻ പറയട്ടെ അതിന് മറുപടി. നമ്മളിപ്പോ ഈ കുട്ടി മൊബൈൽ നിരന്തരമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരാളാണെന്ന്. അമ്മയെ വിളിച്ചാൽ ഫോണിൽ കിട്ടുമല്ലോ. അമ്മേ ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് അമ്മയോട് പറഞ്ഞാൽ സാധാരണഗതിയിലുള്ള ഉം. അമ്മമാരൊക്കെ അതിനുള്ള നടപടി വേദനിക്കും. മനസ്സ് നോവും. അതിനുള്ള നടപടികളിലേക്ക് കടന്നു പോകും. ശരിയാണ്, അച്ഛനില്ല. അച്ഛനെ പോലെ ആക്റ്റീവ് ആകണമെന്നില്ല അമ്മ. അമ്മയ്ക്ക് പരാതിപ്പെടാം. സങ്കടം കൊണ്ട് പരാതിപ്പെടാം. ഈ കുട്ടിക്ക് തന്നെ ഈ കാര്യം വേണമെങ്കിൽ പോലീസിൽ അറിയിക്കുക. പോലീസ് ചിലപ്പോൾ അത് പറയാൻ പറ്റില്ല. എന്താണ് ആ കുട്ടിയോട് ചോദിക്കുന്നത്? കുട്ടിക്ക് അത് അപകടകരമാണ്. ആ അമ്മയെ കൊണ്ടോ അല്ലെങ്കിൽ ഈ ആണുങ്ങളെ ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ആരോടെങ്കിലും അപ്പോൾ ആ സ്ത്രീകളുണ്ടാവുമല്ലോ പരിചയക്കാരായിട്ടുള്ള. ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് സ്ത്രീക്ക് അത് വേദനിക്കും എന്ന് തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്നത്. ആ സ്ത്രീയെ കൊണ്ട് പറയിപ്പിക്കുക. വനിതാ പോലീസിനോട് പറയുക. ഇങ്ങനെയുള്ള കാര്യം വനിതാ പോലീസിനോട് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു കൺസിഡറേഷൻ കിട്ടുമായിരുന്നു. അത് ചെയ്യാമെന്ന്. രണ്ടാമത്തെ കാര്യം, പണവും മോതിരവും അവിടുന്ന് എടുത്തത് അതൊരു കുറ്റകൃത്യമാണ്. അതിനറിയാം അതൊരു കുറ്റകൃത്യമാണ്. അതാണല്ലോ അടച്ചിട്ട വാതില്. പോലീസ് സൂപ്രണ്ട് പറയുന്നത് വെന്റിലേറ്റർ തുറന്നിട്ട് അതിനകത്ത് കൂടിയാണ് അകത്ത് കടന്നതെന്ന് പറയുന്നു. അടുക്കളയുടെ പിൻഭാഗത്ത് ഉള്ള വഴിയാണെന്നും വഴി. അതെ. പറയുന്നുണ്ട്. സാക്ഷ്യം നീക്കി ഉം. അകത്ത് കയറി കൃത്യം നടത്തിയതിന് ശേഷം അപ്പൊ പുറത്ത് അവിടെ കടന്ന് അവിടെ പോലീസിന്റെ ഭാഗത്ത് തന്നെ രണ്ട് തരത്തിലുള്ള ഊഹങ്ങൾ വരുന്നുണ്ട്. ഊഹങ്ങൾ വരുന്നുണ്ട്. വരുന്നുണ്ട്. ഒരു ഡൈക്കോട്ടമി അവിടെ വരുന്നുണ്ട്. അത് പോലീസുകാർ തെളിയിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ കേസ് തോറ്റു, അതാണ് പ്രശ്നം. രണ്ട് തരത്തിൽ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതിന്റെ ദുർബലമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ഉം. അതെന്തായാലും അത് തെളിയിക്കപ്പെടേണ്ടത് തന്നെയാണ്. കുട്ടികൾക്ക് വലിയ ശിക്ഷയൊന്നും കിട്ടാൻ പോകുന്നില്ല. പറയുന്നുണ്ട് പലരും ക്രിമിനൽ കുറ്റമാണെങ്കിൽ ശിക്ഷ കിട്ടുമെന്ന്. ജുവനൈൽ ഗുണ അതെ. അത് പാഠശാലയിലേക്കായിരിക്കും അവര് പോകുന്നത്. ബോസ്റ്റൽ സ്കൂളിൽ എന്ന് പറയുന്നത് ആ തരം ഒരു സ്കൂളിലേക്ക് പോവുക എന്നുള്ള. പക്ഷെ ജീവിതം പോയി, അവിടെ പഠിക്കണം. എന്തായാലും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് തന്നെയാണ്, ഈ കരുവാറ്റയിൽ തന്നെയാണ് പണ്ട് ചാക്കോ എന്നൊരാളിനെ ചുട്ടുകൊന്നത്. അതെ. സുകുമാരക്കുറുപ്പ് സുകുമാരക്കുറുപ്പ്. അദ്ദേഹത്തിന്റെ അളിയനും കൂടി ഈ ഇൻഷുറൻസ് പണം കിട്ടാൻ വേണ്ടി. അതുപോലെ തന്നെയാണ് കരുവാറ്റയ്ക്ക് വളരെ അടുത്തുള്ള ചെങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഭാസ്കര കാരണവർ ഉം. കൊലപാതകം കുറവ്. നടന്നിരിക്കുന്നത്. ഷെറിനുമായി ഇങ്ങനെ കൊലപാതകം, അത് ഒന്നും ജെൻസിയോ ജെൻ ആൽഫയോ അല്ല, പ്രായമായവർ തന്നെ. ഇങ്ങനെ അപകടകരമായ കൊലപാതകങ്ങളിലേക്ക് പോകുന്നത് കുടുംബ ബന്ധങ്ങൾ വളരെ ദുർബലമായിട്ടുണ്ട്. കിഴക്കിന്റെ പാത്രിയാർക്കീസ് തന്നെ പണ്ടൊരിക്കൽ കേരളത്തിൽ വന്ന് പറഞ്ഞത് കേരളത്തിലെ കുടുംബ ബന്ധങ്ങൾ ലോകത്തിനാകെ മാതൃകയാണെന്നാണ്. ഇപ്പൊ ലോകത്തിനാകെ മാതൃകയല്ല, നാണക്കേടാവുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ വഷളാവുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഗവൺമെന്റിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. സൈക്കോളജിക്കലായിട്ടുള്ള കൗൺസിലിംഗ് കേരളത്തിൽ നിന്നുള്ള ഏറെ അമ്മമാരും ഏറെ പുരുഷന്മാരും വിദേശത്തായതുകൊണ്ട്, അച്ഛനമ്മമാരും വിദേശത്തായതുകൊണ്ട് ആ കാര്യത്തിൽ പ്രായമായവർക്ക് വേണ്ടി നമുക്കൊരു വയോജന നയമുണ്ട്. ഉം. ഈ അച്ഛനും അമ്മയുടെയും സ്നേഹം കിട്ടാത്ത കുട്ടികൾക്ക് വേണ്ടി കൂടിയുള്ള കരുതലുകൾ നമുക്കില്ലെങ്കിൽ അവർ ക്രിമിനലുകളായിട്ട് ചിലപ്പോൾ അധപ്പതിച്ചു പോയേക്കാം. അവർക്ക് വേണ്ട സ്നേഹം എത്തിക്കാനുള്ള സംവിധാനം. സ്നേഹം എന്ന് പറയുന്നത് വാങ്ങിക്കാൻ കിട്ടുന്നതല്ല. അവർക്ക് വേണ്ട ശ്രദ്ധ, സ്നേഹം. ജെൻ സിക്കും ജെൻ ആൽഫയ്ക്കും ഒക്കെ തന്നെ ഈ പറയുന്ന വിദ്യാഭ്യാസ മേഖലയിലെ ടെസ്റ്റ്, അതിനൊരു സംവിധാനം മാത്രമല്ല, മാനസികമായിട്ടുള്ള ഒരു സപ്പോർട്ടും കൂടി കിട്ടാനുള്ള തരത്തിലുള്ള സംവിധാനങ്ങളിലേക്ക്, മനഃശാസ്ത്രജ്ഞരെയൊക്കെ വെച്ചിട്ട് പരിഹാരങ്ങളിലേക്ക്, കോൺക്രീറ്റ് ആയിട്ടുള്ള പരിഹാരങ്ങളിലേക്ക് നമ്മുടെ സംസ്ഥാനത്തിന് പോകേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു.